ഓഫീസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അതുപോലെ വീട്ടിലാണെങ്കിലും നമ്മുടെ ബോഡി പോസ്ചർ എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായി ഓഫീസിൽ പോകുന്നവരിൽ അവര് ഒരു ബാക്ക് സപ്പോർട്ടുള്ള ചെയറിലിരുന്ന് സ്പൈൻ പ്രോപ്പറായി സപ്പോർട്ട് ചെയ്ത് കാൽ രണ്ടും നിലത്ത് കുത്തി വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. കീബോർഡോ മൗസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ എൽബോസ് 90 ഡിഗ്രി മടക്കി വെച്ചിട്ട് സപ്പോർട്ടോട് കൂടി വേണം യൂസ് ചെയ്യാൻ. സ്ഥിരമായി 30 to 45 മിനിറ്റ്സ് ഒരേ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പ് എടുത്ത് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിൽ. സ്കൂൾ ഗോയിങ് കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവരുടെ സ്കൂൾ ബാഗിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ ബോഡി വെയിറ്റിന്റെ 10% മാത്രമാണ് സ്കൂൾ ബാഗിന്റെ വെയിറ്റ് പാടുള്ളൂ. അതായത് 30 kg ഉള്ള ഒരു കുട്ടിയിൽ 3 കിലോയ്ക്ക് താഴെ വേണം അതിന്റെ സ്കൂൾ ബാഗിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സ്കൂൾ ബാഗിലെ ബുക്കുകൾ അലൈൻ ചെയ്യുന്നതിന് വരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏറ്റവും ഹെവി ആയിട്ടുള്ള ബുക്ക് ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന ഭാഗത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ 2 സൈഡിലും സപ്പോർട്ട് കൊടുത്ത് വേണം ബാഗ് ഉപയോഗിക്കാൻ. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഔട്ട്ഡോർ ഗെയിംസ് എന്ന് പറയുന്നത്. ഇത് അവരുടെ സ്പൈനിന്റെ ഹെൽത്തിന് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സ്കൂൾ കുട്ടികളിൽ സ്ഥിരമായി കാണുന്ന ഒരു പ്രശ്നമാണ് അവരുടെ പോസ്ചറിൽ ഉണ്ടാവുന്ന ഇംപ്രോപ്പർ ഡിഫോമിറ്റി എന്ന് പറയുന്നത്, അഥവാ സ്കൂളിയോസിസ് എന്ന് പറയുന്ന അവസ്ഥ. ഇതിലെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ 9 മുതൽ 15 വയസ്സിന് ഇടയിലുള്ള കുട്ടികളിൽ സ്ഥിരമായി തല കുനിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഷോൾഡറിന്റെ 2ന്റെ അളവ് ഡിഫറെന്റ് ആയി തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവർക്ക് സ്കോളിയോസിസ് എന്നൊരു അസുഖത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തും നമ്മുടെ പോസ്ചർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. TV ഒക്കെ കാണാൻ നേരത്ത് നമ്മൾ കമിഴ്ന്ന് കിടക്കുന്ന ഒരു ശീലമുണ്ട്. ഇത് വളരെയധികം ഹെൽത്ത് പ്രോബ്ലംസ് പിന്നീട് ഉണ്ടാക്കാൻ ഒരു സാധ്യതയുണ്ട്. നമ്മൾ കിടക്കുന്ന സമയത്ത് എപ്പോഴും നേരെ കിടന്ന് ഫേം ആയിട്ടുള്ള മാട്രസിൽ തലയണ വെച്ച് വേണം കിടക്കാൻ. തലയണയുടെ ഹൈറ്റ് എപ്പോഴും ഒരു 10 സെന്റിമീറ്ററിൽ താഴെ ആയിരിക്കണം. കുട്ടികളിലാണെങ്കിൽ 6 മുതൽ 10 സെന്റിമീറ്റർ ഇടയിൽ വേണം തലയണയുടെ ഹൈറ്റ് ഉണ്ടാക്കാൻ. നമ്മുടെ സ്പൈനിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ പോസ്ചർ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്ന ഫസ്റ്റ് ഇംപ്രഷന്റെ ഒരു ഭാഗമാണ്. സോ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ബെസ്റ്റ് ഇംപ്രഷൻ